ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അല്പസമയത്തോട് ധ്യാനിച്ചിരിക്കുക. നമുക്ക് എക്സോഡസ് ചാപ്റ്റർ 23 പുറപ്പാട് 33-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. അതിൽ 1 മുതൽ 14 വരെ ആദ്യം ഒന്ന് വായിക്കും. അനന്തരം യഹോവ മോശെയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും ഇസ്രായേൽ ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷത്തേക്ക് നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശെയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഓരോ പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മോശെ കൂടാരം എടുത്ത് പാളയത്തിൽ പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെ എല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തർ നാനാന്റെ കൂടാരവാതിൽക്കൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തർ താന്താന്റെ കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരന് കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. മോശ യഹോവയോട് പറഞ്ഞതെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് അയക്കുമെന്ന് അറിയിച്ചതുമില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുമെന്നോ ഞാൻ നിന്നെ അറിയിക്കുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടി പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വചനമാണല്ലോ കർത്താവേ. ഇത് അങ്ങ് എന്താ ഉദ്ദേശിക്കുന്ന അതിനെ കറക്റ്റായിട്ട് പറയുവാൻ സാധിക്കട്ടെ കർത്താവേ. ഞങ്ങളെല്ലാവരെയും എന്നെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങളെ നേർവഴിക്ക് നയിക്കണം. എന്താ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്ന അതനുസരിച്ച് മാത്രം ഞങ്ങൾ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, ബലപ്പെടുത്തണം. അങ്ങനെ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. കർത്താവേ കർത്താവെ, അങ്ങേക്കറിയാലോ എത്രയും മാത്രം ഞങ്ങൾ വീക്കാണ്. അരിഷ്ട മനുഷ്യന്മാര് തന്നെ അങ്ങേക്കറിയാം എന്തുമാത്രം തെറ്റും കുറ്റവും ഞങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന. അങ്ങ് ക്ഷമിക്കുന്ന ദൈവമായിരിക്കുന്ന സ്തോത്രം. അങ്ങ് കഴി ശുദ്ധീകരിക്കണമേ കർത്താവെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾക്ക് ഈ ജീവനുള്ള വചനത്തിൽ വെളിച്ചം തരണം കർത്താവെ. അതനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപയും ശക്തിയും തരണമേ കർത്താവെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ആമേൻ. നമ്മള് മോശയുടെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല രീതിയിലും പല പേരും ഈ മോസസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഇതും ഈ മെഡിറ്റേഷൻ ഒരു 2-3 വീക്സ് ബാക്കും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വന്നതാണ്. അത് പല പോർഷൻസും ഉണ്ട്. അതെല്ലാം കൂടെ ക്ലബ് ചെയ്തവന് മെസ്സേജ് ഇറക്കിയത്. ദൈവം സഹായിക്കട്ടെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ 3 ടൈപ്പ് ആൾക്കാരെ കാണും. 3 ടൈപ്പ് ആൾക്കാരെ ജനത്തിനെ കാണും. ആദ്യം
ദുശാഠ്യമുള്ള ജനം, സ്റ്റിഫ് നെക്ക് അല്ലെങ്കിൽ stubborn people. രണ്ടാമത്തെ ഒരു വ്യക്തിയെ കാണും, ജോഷുവ, a growing Christian എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ മോശ, a mature Christian, a mature believer. മൂന്ന് തരം ആൾക്കാരെ നമുക്ക് കാണാം. ഞാൻ വിശ്വസിക്കുന്നത് ആദ്യത്തെ ടൈപ്പില് നമ്മൾ ആരും ഇവിടെ തന്നെ ഇല്ല. ബിക്കോസ് അസ്റ്റിഫ് നെക്ക് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് അറിയാം, പക്ഷെ ദൈവത്തിന് വിശ്വാസമില്ല, ദൈവത്തിന്റെ വചനം വിശ്വാസം തീരെ ഇല്ല. ദൈവത്തിന്റെ ആ പ്രോസ്പെരിറ്റി മതി, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ മതി, പക്ഷെ ആ ദൈവത്തിനെ വേണ്ട. അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ആ പേഴ്സണെ വേണ്ട. ദൈവത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രാപിച്ചാൽ മതി. എല്ലാ അനുഗ്രഹവും ബാക്കി കാര്യങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. വേറെ നമ്മൾ ജോഷുവയും മോസസും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് മതി. നമുക്ക് ഈ മൂന്ന് ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുന്നത് സ്റ്റിഫ് നെക്ക് അല്ലെങ്കിൽ stubborn ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പത്തെ പോർഷനിൽ അവരെ തെറ്റ് തന്നെ ചെയ്യുന്നത് ആ ഗോൾഡൻ കാഫിനെ പറ്റി അറിയാമല്ലോ. സ്വർണ്ണത്തിലുള്ള കാഫ്, ഗോൾഡൻ കാഫ്, കാളക്കുട്ടി. അപ്പൊ ആ കാളക്കുട്ടി അത് അവിടെ ചെയ്യുന്ന ഫസ്റ്റ് അവർ ചെയ്യുന്ന ഒരു തെറ്റ്. അപ്പൊ ആ തെറ്റിന് ദൈവം ശിക്ഷിച്ചുകൊണ്ട് ശിക്ഷ എല്ലാം നടത്തി. എന്നിട്ട് അവരെ ഒന്ന് ഹംബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ആഭരണം പറ്റി പറയുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ഡോക്ടറിനായിട്ട് എടുക്കാൻ പറ്റില്ല. വി ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ദാറ്റ് ആസ് എ ഡോക്ടറിൻ. ആഭരണം മാറ്റി എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കൾ മാറ്റി, അതുകൊണ്ട് നമ്മളും മാറ്റണമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് സിംപ്ലൈസ് ചെയ്യുന്ന ഇത്രയുള്ള ജസ്റ്റ് ഞാൻ ഒരു പോർഷൻ പറയുക. ജസ്റ്റ് സിംപ്ലൈസ് ചെയ്യുന്ന ഇത്രയുള്ള ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ഗോഡ്. ദൈവം തന്നെ പറയുന്ന ആഭരണം മാറ്റാൻ പറഞ്ഞാൽ ബി സിമ്പിൾ ബിഫോർ ഗോഡ്. ദൈവത്തെ ഒരു താഴ്മ വരുത്തുക, അത്രമേ ഉള്ളൂ. ആസ് ഈസി ആസ് ദാറ്റ്. അത് മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കളെല്ലാം ആഭരണം യൂസ് ചെയ്തു പല രീതിയിലും നമുക്ക് അറിയാം. അപ്പൊ അത് ആ വിഷയമാണ്. പക്ഷേ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ഡോക്ടറിൻ. പക്ഷെ ഈ ആഭരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ സിംബലിസിറ്റി. ദൈവത്തിന്റെ മുമ്പേ ഒന്ന് ഹംബിളായി നിൽക്കാൻ. അപ്പൊ ദൈവത്തിന്റെ മുമ്പേ ഹംബിളായി. അപ്പൊ മോശ ആ കൂടാരം അവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ദൈവമായിട്ട് മീറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഈ ജനങ്ങളെല്ലാം എണ്ണിക്കുക. ഈ മോശ ഇങ്ങോട്ടാ പോകുന്നത് ജനത്തിനെല്ലാം കാണാം. അപ്പൊ ആ ഒരു റെസ്പെക്റ്റും ആദരവോടെ അവരും എണ്ണിച്ച് ദൈവത്തിന് ആക്ച്വലി ഹൃദയം നമ്മുടെ വർക്ക് ചെയ്യുക, ആരാധിക്കുക. അപ്പൊ ഈ സ്റ്റിഫ് നെക്ക് ആൾക്കാർ ഇത് ചെയ്യുന്നത്, ധാർഷ്ട്യമുള്ള ആൾക്കാർ തന്നെയാണ് ഈ കാര്യം ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അവര് മോശയുടെ എത്ര സമയം അവരെ നിന്നോ പ്രാർത്ഥിച്ചു എന്നല്ല. അടുത്ത് ജോഷുവ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മോശ അതിന്റെ അകത്തുള്ള എത്രമാത്രം ആ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനില് എത്ര സമയം ഇരുന്നു അത്രയും സമയം ജോഷുവയും കൂടെ അവിടെ ഒരു ബന്ധത്തിൽ റിലേഷൻഷിപ്പ്. പിന്നെ മോശയ്ക്ക് പിന്നെ ടൈം ബൗണ്ടില്ല. എത്ര ടൈം വേണമെങ്കിലും ദൈവമായിട്ട് ഇരിക്കുക. നമ്മളെല്ലാം സോ മച്ച് ടൈം ബൗണ്ടില്ലേ. 11:30 എന്ന് പറഞ്ഞാൽ നമ്മൾ 11:30 ഫിനിഷ് ചെയ്യണം. പക്ഷെ ദൈവത്തിന്റെ ഒരു ഫ്ലോ വരുമ്പോ നമുക്ക് ആക്ച്വലി ഈ ടൈമൊന്നും ഇല്ല. ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഈ ടൈം നമ്മൾ ആക്ച്വലി റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. ദൈവം തരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കേൾക്കുക, അറിയുക. എന്താ ദൈവം നമ്മളോട് ഉദ്ദേശിക്കുന്ന ഒരു എയിം അല്ലെങ്കിൽ ഉദ്ദേശം ഇത് തന്നെയാണ്.
നമുക്ക് ഈ സ്റ്റിഫ്റ്റ് നെക്ക് അല്ലെങ്കിൽ ഷാട്ടിയുള്ള ജനത്തിന്റെ വീണ്ടും അവര് ഒരു പാർട്ടില് ഷാട്ടി കാണിക്കുന്നുണ്ട്. അതും ബ്രീഫായിട്ട് നോക്കിയിട്ട് നമുക്ക് മെയിൻ മെസ്സേജിലോട്ട് പോകാം. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ അതിൽ 4-ാമത്തെ വാക്യം. Numbers chapter 11 verse 4. പിന്നെ Yeah, thank you. അവിടെ ഒരു ലസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കാർവിംഗ് ഫോർ ദ ഫ്ലഷ്. ഈ കാർവിംഗ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുമ്പോൾ ഒരു വല്ലാത്ത ആഗ്രഹം, കൊള്ളായില്ലാത്ത ഒരു ആഗ്രഹം, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ആഗ്രഹം, അത് നമ്മുടെ ജഡത്തിൽ നിന്നും വരുവാണ്. ആ ആഗ്രഹം പ്രകാരം അവരെന്താ മറുപടി ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു ദുഃഖം വരുക. ദൈവിക ദുഃഖമല്ല, ഈ ലോകപ്രകാരമായിട്ടുള്ള ദുഃഖം. അതായത് അവർക്ക് ഒരു ആവശ്യം, അവർക്ക് അവിടെ ആക്ച്വലി മാംസമില്ല. ഇഷ്ടംപോലെ കാണുമല്ലോ, അവർക്ക് ആട്ടുകുട്ടി കാണും, അവർക്ക് കാളക്കുട്ടികൾ കാണും. പക്ഷെ ഇതെന്താ അവർ ആഗ്രഹിക്കുന്നത്? ദൈവം തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ദുരാഗ്രഹം. ആ ആഗ്രഹം ദൈവം മാനിക്കുന്നില്ല. അതൊരു ലസ്റ്റിംഗ്, അതായത് സ്റ്റിഫ്റ്റ് നെക്ക്, അതായത് എല്ലാം ദൈവത്തിൽ നിന്നും തന്നെ വേണം. എന്താ? എന്റെ ജഡത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ, എന്റെ ഫ്ലഷിലുള്ള സാറ്റിസ്ഫാക്ഷന് ദൈവത്തിൽ നിന്ന് വേണം. ദൈവം കൊടുക്കുമോ? ഓഫ്കോഴ്സ് കൊടുക്കും. പക്ഷെ നമ്മൾ ഇതിന്റെ ചാപ്റ്ററിന്റെ എൻഡിങ് വായിക്കുമ്പോൾ അവിടെ കോൺസിക്വൻസും ഉണ്ട്. പക്ഷെ ദൈവം ആ ജനത്തിന്റെ ഇടയിൽ ഒരു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് മോശയും കൂടെ കാണിക്കുന്നുണ്ട്. എന്താ? മോശയുടെ പരിശുദ്ധാത്മാവ് 70 എൽഡേഴ്സ് അല്ലെങ്കിൽ 70 ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ജനത്തിന് പാസ് ചെയ്യുക. അല്ലെ? 16-ാമത്തെ വാക്യം വായിച്ചു. 16-17. എന്നോടും എന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളോട് കൂടി പോരുന്നതിനാലല്ലയോ. 16-17. Numbers chapter 11 verse 16 and 17. സംഖ്യ 11-ാമത്തെ അധ്യായം 16-17. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ജനത്തിന് പ്രമാണികളും മേൽവിചാരകന്മാരും എന്ന് നീ അറിയുന്ന 70 പുരുഷന്മാരെ സമാഗമന കൂടാരത്തിനരികിൽ നിന്നോടും കൂടി നിൽക്കേണ്ടതിന് എന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരിക. അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടും കൂടി ജനത്തിന്റെ ഭാരം വഹിക്കും. 17-ാമത്തെ വാക്യം ഇങ്ങനെ, I will come down and talk with thee there, and I will take of the spirit which is upon you. അതായത് മോശയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനെടുത്ത് ആ 70 പേർക്ക് നൽകും, അവരെ പ്രൊഫസൈസ് ചെയ്യും. അപ്പൊ ഇത് ജനം അത് കാണണം. ഈ സ്റ്റിഫ്റ്റ് നെക്ക് അല്ലെങ്കിൽ സാക്ഷ്യം ഉള്ള ഈ ജനം, സ്റ്റബേൺ ആയിട്ടുള്ള ജനം ഇത് കാണണം. They should witness this. അതാ ഉദ്ദേശം. ഇത് തന്നെയാണ് അവിടെ നടക്കുന്ന. ആ ദൈവം പറഞ്ഞ പോലെ മോശ അവിടെ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് ആ ഒരു പാർട്ട് നമുക്കറിയാം, 24, 25, 26 ആ ഒരു പാർട്ട് കവർ ചെയ്യുന്നതാണ്. എന്നിട്ടല്ലേ ഇത് ഇതിൽ ആരെങ്കിലും മാറുന്നുണ്ടോ എന്ന് ആ ദൈവം ആക്ച്വലി നോക്കുന്നത്. അതായത് നമുക്കൊരു ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ജനീക മനുഷ്യന് ഒരു മാറ്റമുണ്ടോ ഇല്ല. അത് മാറ്റമില്ല. ദൈവം അവരുടെ ആഗ്രഹപ്രകാരം ആ വീലിനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ കാളക്കോഴിന് കൊടുക്കുക. അത് 31-ാമത്തെ വാക്യം പോലെ.
ഇത് അവരുടെ ജഡത്തിന് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കും. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നവർ. പക്ഷെ അവിടെ ദൈവം അവർക്ക് ആ പണിഷ്മെന്റും കൊടുക്കുക. 32 പോലെ 34 വരെ ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടെ പിടിച്ചു കൂട്ടി നന്ന കുറച്ചു പിടിച്ചവർ 10 പറ പിടിച്ചു കൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലുകടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചു നിൽക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാപാതം കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ ഒഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ് എന്ന് പേരായി. കിബ്രോത്ത് ഹത്താവ് വിട്ട് ജനം ഹസനത്തിലേക്ക് പുറപ്പെട്ടു ചെന്ന് ഹസനത്തിൽ പാർത്തു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് പറഞ്ഞാല് ആ ജഡീയ മനുഷ്യന്മാരെ ദൈവം തന്നെ ദൈവത്തിന്റെ ആ ദേഷ്യം ക്രോധം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക. അതായത് അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവർക്ക് ഈജിപ്തിലെല്ലാം ഉണ്ടായിരുന്നു. അതിനെന്താ? അവര് കരയുക. എന്താ? എന്ത് കരച്ചിലാണ്? അവരുടെ ജഡത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ കരച്ചിൽ. പക്ഷെ ദൈവത്തിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ല. മോശയ്ക്ക് അത് ഇഷ്ടമായിരുന്നു? അല്ല. മോശം അവിടെ ഈ ജനത്തിന്റെ ആ സിറ്റുവേഷൻ പറഞ്ഞ് കരയുന്നുണ്ട്. ആ സെയിം ചാപ്റ്ററിൽ ഉണ്ട്. പക്ഷെ ദൈവം അവിടെ അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുക. പക്ഷെ ആ ഒരു പണിഷ്മെന്റും കൂടെ കയറ്റി വിടുക. അപ്പൊ ഈ പണിഷ്മെന്റിൽ കൂടെ അവർ കടന്നു പോയി. ഇങ്ങനത്തെ വ്യക്തികൾ എന്ന് പറഞ്ഞാല് തീരെ അടുപ്പം ഇല്ലാത്ത വ്യക്തികളാണ്. അതായത് പ്രാർത്ഥനയില്ല. അങ്ങനത്തെ എനിക്കറിയാം. ഇവിടെ ഉള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പ്രാപിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ ജനം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തികളെ ഈ നമ്മളുടെ ബോണഗെയിൻ സിസ്റ്റത്തിൽ ഉണ്ട്. അവർക്ക് ഈ ലോകം മതി. ഈ ലോകം മാത്രം സ്നേഹിച്ചാൽ മതി. നമുക്കറിയാം നമ്മൾ എന്തുമാത്രം പ്രാർത്ഥനയിൽ എക്സ്പെക്ട് ചെയ്യും. ദൈവം ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിയൻ, ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതൊരു മെയിൻറ്റെയിൻ ചെയ്ത് വരുത്തുക. ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധം. ആ ബന്ധത്തിന്റെ ഒരു തുടക്കക്കാരനാണ് ജോഷുവ. ഇനി ജോഷുവയ്ക്ക് ചെറിയൊരു തെറ്റ് പറ്റി. പക്ഷെ ആ തെറ്റൊരു ഹെൽത്തി തെറ്റാണ് നമുക്ക് പറയാൻ ഈ ഒരു ഭാഗത്ത്. അതിന്റെ സംഖ്യാപുസ്തകം 11 അധ്യായത്തിന്റെ 26 പോലെ ഒന്ന് വായിച്ചാൽ 29. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റൊരു മോദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരിൽ പേരെഴുതിയവരിൽ ഉള്ളവരായിരുന്നു. എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ഒരു ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മോദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നത് എന്ന് അറിയിച്ചു. എന്നാൽ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എന്റെ യജമാനായ മോശെ, അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെ പ്രവാചകന്മാരാകെ യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇത് 2 കാര്യം ഇവിടെ. ആദ്യം ആ അസൂയപ്പെടുന്നത്. ആക്ച്വലി ആ അസൂയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഒരു സെൽഫായിട്ടുള്ള വേണ്ടിയുള്ള അസൂയ അല്ല. ഇത് എന്റെ യജമാനായ മോശ മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഫീലിംഗ് ആണ്. ആത്മാവിന്റെ നിഴൽ എന്റെ യജമാനായ മോശ മാത്രം ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മളുടെ അടുത്ത് പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമാണ്. ഇത് ഹെൽത്തി. നമുക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് യാതൊരു കാര്യമില്ല. അടുത്തത് മോശയുടെ റിപ്ലൈ. മോശയുടെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ജനം ഒക്കെയും, അതായത് ഈ ജഡീയ മനുഷ്യന്മാരും എല്ലാം അവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ആത്മീയ മനുഷ്യന്മാരാകണം. അതായിരുന്നു മോശയുടെ ആഗ്രഹം. അതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം.
അവിടെ 29-ാമത്തെ ലാസ്റ്റ് പാർട്ട് വായിച്ച നോക്കാറ്. Good God that all the Lord's people were prophets. അതാ ദൈവത്തിന് വേണ്ടിയത്. എല്ലാ പ്രവാചകന്മാരാവണം, എല്ലാ ദൈവവിശ്വാസികളും ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ ആവണം. അത് കാണിക്കാൻ വേണ്ടിയാ എല്ലാ ജനം, നമ്മളിരിക്കുന്ന എല്ലാ ജനം, ഒരു ജനം മാറ്റിയിട്ടില്ല. അതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാ ജനം നമ്മൾ ഈ ലോകത്തിന് സാറ്റിസ്ഫൈ ചെയ്ത് ഞങ്ങൾ നമ്മുടെ ജനത്തിന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ദൈവത്തിന് സാറ്റിസ്ഫൈ ചെയ്യുവാൻ the Lord would put his spirit upon them. ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ദൈവാത്മാവ് നൽകി തന്നിട്ടുണ്ട്. പക്ഷേ ആ ദൈവാത്മാവിനെ പ്രോപ്പറായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അതാ ക്രിസ്ത്യൻ. അപ്പൊ ഇവിടെ ആക്ച്വലി ജോഷുവയ്ക്ക് അത് മനസ്സിലാവും. ആക്ച്വലി ഹീസ് എ ഗ്രോയിങ് ക്രിസ്ത്യൻ. അപ്പൊ അങ്ങനെ ജോഷുവ ദൈവം അടുത്ത സ്റ്റെപ്പിന് തിരഞ്ഞെടുക്കുന്നു. ഇനി നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള കഥാപാത്രത്തിനോട് പോകാം. നമ്മുടെ മോശം നമുക്ക് തിരിച്ചു നമ്മൾ വായിച്ച എക്സോഡസ് ചാപ്റ്റർ 33 വരാം, പുറപ്പാട് 33 വരാം. അതിൽ 12 13 ഒന്ന് വായിച്ച മലയാളത്തിൽ ഒന്നോട് വായിച്ച. മോശ യഹോവയോട് പറഞ്ഞതെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടി അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. Okay, ഇതാ എന്റെ പോർഷൻ. If I have found grace in thy sight, show me now thy way. ആ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൃപ എന്ന് പറഞ്ഞാൽ അനദർ വേർഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഗ്രേസ് ആ ഫേവർ ആണ്. ഫേവർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ആ ദൈവത്തിന്റെ ഇഷ്ട കഥാപാത്രമായ അല്ലെങ്കിൽ ഇഷ്ട വ്യക്തിയായ മോശ, മകനായ മോശ, ആ ഇഷ്ടത്തില് ഞാൻ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ സർക്കിളിൽ ഞാൻ വീണിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മള് ദൈവത്തെ നമ്മൾ തൊട്ട് മുമ്പേ വായിച്ചല്ലോ. മോശ പറയുന്നത് ഈ ജനങ്ങളൊക്കെയും പ്രോഫിറ്റ്സ് ആയിരുന്നു, അവരുടെ ഹൃദയത്തില് ഈ ദൈവാത്മാവ് വരണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം. നമ്മളുടെ ഹൃദയത്തിൽ ദൈവാത്മാവാണ്. നമ്മൾ ഒരിക്കലും നമ്മള് ദൈവത്തിന്റെ അടുത്ത് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് ക്വാളിറ്റി ടൈമാണോ, അത് ഒരു വെയിറ്റ് ഉള്ള ടൈമാണോ, വെയിറ്റേജ് ഉള്ള ടൈമാണോ, ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള ജസ്റ്റ് വായിച്ചു പോവാ, ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. അതൊരു ക്വാളിറ്റി. ദൈവം അങ്ങേ എനിക്ക് അറിയണം എന്നുള്ള ഹൃദയം വാഞ്ചയിലൂടെ, ഹൃദയത്തിന്റെ ഇഷ്ടം, ഹൃദയത്തിന്റെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു ജസ്റ്റ് അപ്പൊ ആ ആഗ്രഹം അങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ആ വഴി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഫേവർ നമ്മൾ ലഭിക്കുന്നത്, കൃപ ലഭിക്കുന്നത്, ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കർത്താവേ എന്നെ അങ്ങേക്ക് ഇഷ്ടമാണോ, എന്റെ വഴികൾ ഇഷ്ടമാണോ ചോദിക്കേണ്ട ഒരു വലിയൊരു ലെസൺ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു വലിയ പാഠമാണ്. ദൈവം എന്നെ ഇഷ്ടമാണോ, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ എന്നെ അങ്ങയുടെ വഴി കാണിച്ചു തരണം. പല പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന കർത്താവെ എന്റെ വഴി അല്ലെങ്കിൽ ഞാൻ പോകേണ്ട വഴി, അത് നമ്മൾ തന്നെ ആ വഴി ക്ലിയർ ചെയ്ത് എടുക്കും. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വഴിയാണ്. ഇവിടെ മോശ പറയുന്നത് ഷോ മീ ദൈ വേ, അങ്ങയുടെ വഴിയാ കാണിച്ചത്, ദൈവത്തിന്റെ വഴി. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വഴിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വഴിയാണ്.
പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വഴിയാണ്. ഇനി ഈ ദൈവത്തിന്റെ വഴിയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ഈ ദൈവത്തിന്റെ വഴി അറിയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫസിയോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരികൾക്ക് പറയാൻ പറ്റുമോ, ആ സഹോദര ഇന്ന സ്ഥലത്ത് പോകണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രാപിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പോകണം. അതിന്റെ ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് സങ്കീർത്തനം 18 അതിന്റെ 30-ാമത്തെ വാക്യം. സങ്കീർത്തനം 18-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വഴി തിരുമുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്റെ ശരണമാക്കുന്ന ദൈവം അവൻ പരിചയമാകുന്നു. ഓക്കെ, ഇംഗ്ലീഷിൽ ഇങ്ങനെ, as for God, his way is perfect, the word of the Lord is tried. He is a buckler to all those that trust him. ഈ സെയിം കാര്യമാണ് ദാവീദ് 2 ശമൂവേൽ 22-ാമത്തെ അധ്യായത്തില് 31-ാമത്തെ വാക്യത്തിലാണ് നമ്മുടെ സെയിം കാര്യം പറയുന്നത്. അത് എടുത്തിവിടെ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ വഴി, ദൈവം ഉദ്ദേശിക്കുന്ന ഈ ഒരു വഴി, അതെന്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്? ദൈവത്തിന്റെ വചനത്തിലാണ്. ഈ ദൈവത്തിന്റെ വചനം ഞാൻ ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ ദൈവം കാണിക്കുമ്പോ ദൈവത്തിന്റെ ഒരു വഴി അത് വചനത്തിലാണ്. അത് മലയാളത്തിൽ ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ the word of the Lord is tried. ഈ ട്രയൽ എന്തുവാ? നമുക്ക് ഓരോ വചനം നമുക്ക് തരുന്നുണ്ട്. ഓരോ വചനം അത് നമ്മൾ സ്നേഹിക്കാൻ പറയുമ്പോൾ അതൊരു വചനം. നമ്മളെ ഹ്യൂമിലിറ്റി പഠിപ്പിക്കുമ്പോൾ, അതായത് നമ്മളെ താഴ്മ പഠിപ്പിക്കുമ്പോൾ അതൊരു വചനം. ഇത് ഓരോ വഴി ഇറ്റ് ഇസ് ട്രൈഡ് അപ്പോൺ us. നമ്മളുടെ കൊടുത്ത അത് എന്താ ഒരു എക്സ്പീരിമെന്റ് നടത്തുക ദൈവം. അത് മോശയുടെ പുറത്ത് എക്സ്പീരിമെന്റ് ഉണ്ടായിരുന്നു, ദാവീദിന്റെ പുറത്തുണ്ടായിരുന്നു, എബ്രഹാമിന്റെ പുറത്തുണ്ടായിരുന്നു, ജോസഫിന്റെ പുറത്തുണ്ടായിരുന്നു. ദൈവ വചനപ്രകാരമായിട്ടുള്ള എല്ലാ ട്രയൽസിലും കൂടെ അവർ കടന്ന് പോയി. അപ്പൊ നമുക്കില്ലേ ട്രയൽസ്? അതോ നമുക്ക് എല്ലാ കാര്യം പെർഫെക്റ്റ് ആയാൽ മാത്രമാണോ ദൈവഹിതം? അല്ല. നമ്മുടെ ഫോർ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഏബ്രഹാം മൂലം ഇങ്ങോട്ട് വരുമ്പോ ഏതാ നമ്മളുടെ ഡിസൈപ്പിൾസും, നമ്മളുടെ ഈവൻ KV സൈമൺ സാറും, ഈവൻ ലാസ്റ്റ് വരുന്ന ബ്രദേഴ്സ് ഇവരെല്ലാം ട്രൈഡ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ശോധനയും കൂടെ കടന്ന് പോയി അല്ലെ? അവരെ നമ്മൾ ഈ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുന്നു നമ്മൾ പറയത്തില്ല. മോശയും ബാക്കിയുള്ള എല്ലാവരെയും നമ്മളുടെ ഈ പിതാക്കന്മാരെ എല്ലാരെയും ദൈവം ട്രൈ ചെയ്തപ്പോ പപ്പടം പോലെ പിടിച്ചു. അങ്ങനെ ദൈവത്തിന് ഹ്യൂമിലിറ്റിയും നമ്മളെ കൊടുത്ത സ്നേഹവും പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താ ആ ദുശാഠ്യമുള്ള സ്റ്റിഫ്റ്റിനെ സ്റ്റബൺ ആൾക്കാർ തന്നെയാണ്. നമ്മള് ഒരു ഗ്രോയിങ് ക്രിസ്ത്യൻ ആവത്തില്ല. നമ്മൾ നമ്മളുടെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മളുടെ ആഗ്രഹം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം കുറച്ച് കഷ്ടത നമ്മൾ ഒരു വഴി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം ദൈവം ഇന്നല്ല അല്ലേ? പക്ഷെ ദൈവവചനം എന്താ പറയുന്നത്? യു വിൽ ബി റൈറ്റ്. അപ്പൊ അതിന്റെ മലയാളത്തിൽ അത് വായിക്കാമോ? സങ്കീർത്തനം 18:30 അവസാന ഭാഗ്യം. യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്റെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. പരിചയം. അത് ഷൂസിലേക്ക് കെട്ടുന്ന, വലിച്ചു കെട്ടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തുണി വലിച്ചു കെട്ടുന്ന, അത് ഒരിക്കലും അഴിഞ്ഞു പോകത്തില്ല. അവനെ ട്രസ്റ്റ് ചെയ്യുന്നു, ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഏതിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്താണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വചനം ഒരിക്കലും ബൈബിൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ബിക്കോസ് ദൈവം സംസാരിക്കുന്ന മൊത്തം ദൈവത്തിന്റെ
ദൈവത്തിന്റെ വഴി അറിയണമെങ്കിൽ ഇതിനെ ഉള്ള വചനത്തില് ഉള്ള അല്ലെ. ഇതൊരു ഡോക്ടറിൻ അല്ല, ഇത് പ്രാക്ടിക്കലാ. അത് രാവിലെ മാത്രമല്ല, വൈകുന്നേരം മാത്രമല്ല, ഞായറാഴ്ച മാത്രമല്ല, ചൊവ്വാഴ്ച മാത്രമല്ല, വ്യാഴാഴ്ച മാത്രമല്ല. പക്ഷെ നമ്മളുടെ മോശ എങ്ങനെ ആ ടെർമിനലില് ആലയത്തിൽ അല്ലെങ്കിൽ കൂടാരത്തില് ഇരുന്നു, ദൈവത്തിന്റെ കൂടെ ഇരുന്നു, അതുപോലെ നമുക്ക് നമ്മളുടെ ഈ മൺകൂടാരത്തില് ദൈവം വസിക്കുന്ന നമ്മളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരിക്കണം, ഇരുന്ന് നിറവ് പ്രാപിക്കണം. ഇതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. എക്സ്ക്യൂസ് ഉണ്ടോ? ഇല്ല. ബിക്കോസ് നമ്മള് ഈ ജഡത്തിൽ എന്ത് ചെയ്യുന്നു, ആ ജഡത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, ആ ശരീരത്തിലെ ആത്മാവും ദേഹിയുണ്ട്. ആ ആത്മാവിന്റെ ഒരു ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ, നമ്മൾ ആത്മീയ മനുഷ്യനായി തീരണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. ഇത് എവിടെ വെളിപ്പെടുത്തുന്നത്? It will be reflected in the resurrected body. Resurrection ഇത് വെളിപ്പെടുത്തുക. അത് അവിടെയാണ് നമ്മൾ ഈ തേജസ്, നമ്മൾ ദൈവമായിട്ടുള്ള എത്ര ബന്ധം കൂടുന്നോ അവിടെയാണ് നമ്മൾ ആ ദൈവത്തിന്റെ തേജസ് നമ്മളിൽ വരുന്നത്. അത് കേവലം നമ്മള് ചുമ്മാ നമ്മള് ജസ്റ്റ് ഒന്ന് ജീവിച്ചു പോവാണെങ്കിൽ ആ തേജസ് നമുക്ക് കിട്ടത്തില്ല. പല ക്ലാസ് മുമ്പേ നമ്മൾ കേട്ടായിരുന്നല്ലോ, ചൊവ്വാഴ്ചത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു, നമ്മുടെ അങ്ങള് പറഞ്ഞത് കത്തി കഴിഞ്ഞ് കരിവാളിച്ച പോലെ ഒരു ശരീരം. അങ്ങനെ ആവണം നമ്മൾ. അതെന്താ? നിത്യതയോളം, എവർലാസ്റ്റിംഗ്, എറ്റേണിറ്റി. എന്ത് വലിയ നാണക്കേടായിരിക്കും. സ്വയമായിട്ട് നമുക്ക് അന്നായിരിക്കും നാണക്കേട്. അതുകൊണ്ട് നമുക്ക് let's give value to this book. Let's give value to our Holy Spirit. നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവാത്മാവിന് അല്പം വില കൊടുക്കുക. ദൈവാത്മാവ് നമ്മളെ റെഡിയാക്കും. നമ്മളുടെ അടുത്ത് സംസാരിക്കും. ദൈവാത്മാവ് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ആ വഴി കാണിക്കും. ഇതാ ദൈവത്തിന്റെ വഴി. നമുക്ക് എക്സോഡസ് ചാപ്റ്റർ 33 തിരിച്ചു വരാം. പുറപ്പാട് 33 അതിന്റെ 13 അവസാനത്തെ ഭാഗ്യം. That I may find grace in thy sight and consider that this nation is thy people. അവിടെ ഒരു ട്രയൽ ഉണ്ട്. ഒരു stubborn ആയിട്ടുള്ള ജനം. ഈ stubborn ആയിട്ടുള്ള ജനം എന്താ? അതിനെ സ്നേഹിക്കണം. അവരെ എന്താ? മോശ സ്നേഹിക്കണം. മോശ അവർക്ക് വേണ്ടി സംസാരിക്കണം. മോശ അവരെ നയിക്കണം. എങ്ങോട്ടും നയിക്കണം? ആ വഴിയിലോട്ട്. ആ വഴി എന്താ? വഴി നമുക്ക് നമ്മളെ പുതിയ നിയമത്തിലോട്ട് വരാം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. കർത്താവ് പറഞ്ഞത് I am the way, the truth and the life. ഞാൻ വഴി, സത്യവും ജീവനും. ഇതാണ് നമ്മളുടെ വഴി. ദൈവം നയിക്കുന്നത്, പരിശുദ്ധാത്മാവ് നയിക്കുന്നത് നേരെ നമ്മളെ ക്രിസ്തുവിലോട്ട്, ക്രൈസ്റ്റിലോട്ട്. അതായിരുന്നു മോശയുടെ ആ ഒരു ട്രയൽ. മോശ അവരെ നയിക്കേണ്ടത് ക്രിസ്തുവിലോട്ടാണ്, യഹോവയിലോട്ടാണ്. ആ ഒരു ട്രയലിൽ കൂടെ കണ്ടുകൊണ്ട് ഈ കർത്താവ് നമുക്കറിയാം. കർത്താവ്, ആ കർത്താവിനെ കൂടുതൽ അറിയണം. ആ കർത്താവിനെ എന്താ കൂടുതൽ I may know you. അതാണ് മോശ പറയുന്നത്. ഞാൻ അങ്ങേ കൂടുതൽ അറിയട്ടെ. അല്ലേ? എത്ര നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് we may know you more. We are being concerned about this world. ഈ വേൾഡ് ലാസ്റ്റില് തീരുന്നത് അതാണ് ലാസ്റ്റ് തീയാണ്. There is nothing more. It's for fire.
destruction, complete destroy you. Then we'll have a new heaven and a new universe. അപ്പൊ ഈ ഡിസ്ട്രക്ഷനിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ശരീരം എങ്ങോട്ടാ പോകുന്നത്? മണ്ണിലോട്ട്. Same way, the earth will be destroyed. So be concerned for our resurrected body. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കൺസേൺ കൂടുതൽ. ഇനി കുറച്ച് ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി verse 14, he said, my presence shall go with thee and I will give you rest. ദൈവം പറയുന്നത് ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിനെ കാണാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി അറിയാം. മോശയ്ക്ക് പിന്നെ അത് മനസ്സിലാവുക, ദൈവത്തിന്റെ വഴി എന്താണ്. ആ പ്രസൻസിൽ കൂടെ മോശെ നടത്തി, ദൈവത്തിന്റെ പ്രസൻസിൽ കൂടെ നടത്തി. ഇത് എന്തുമാത്രം ഭാഗ്യമുള്ള കാര്യം അല്ലേ? നമ്മള് ദൈവത്തിന്റെ വചനത്തില് നമ്മള് ദൈവത്തിന്റെ കൂടെ അടുത്തടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ വഴി അവിടെ ക്ലിയർ ചെയ്ത് കാണിച്ചു തരുക. എങ്ങോട്ടായി വഴി? ക്രിസ്തുവിലോട്ടുള്ള ക്രൈസ്റ്റിനെ കൂടുതൽ അറിയുക. അത് കർത്താവ് ഉദ്ദേശിക്കുന്ന ഐ ആം ദ വേ എന്ന് പറയുമ്പോൾ ഞാൻ ആ വഴി. നിങ്ങൾ എന്നെ അറിയുക, കർത്താവിനെ അറിയുക, പരിശുദ്ധാത്മാവിന്റെ ബലത്തിലും കർത്താവിനെ കൂടുതൽ അറിയുക. നിങ്ങൾ വേറൊരു വഴി നോക്കണ്ട, ആ വഴി അറിയുക, ആ ദൈവത്തിനെ കർത്താവിനെ അറിയുക. പിന്നെ എന്താ ദൈവം പറയുന്നത്? know that how simple I am, how meek that I am. ഞാൻ എത്ര താഴ്മയുള്ളവനാണ്, ഞാൻ എത്ര താഴെ വരുന്ന കർത്താവ്. നമുക്ക് ഫിലിപ്പിയൻ ലേഖനത്തിന് നമുക്ക് ആ താഴ്മ അറിയാലോ. അത് ജസ്റ്റ് ഒന്ന് പോയി വായിക്കുന്നു. 2-ാം അധ്യായം ഫിലിപ്പീൻസ് chapter 2 verse 5 onwards. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവർ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോടും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങലൊക്കെ തുടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ നാമത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. verse 5. Let this mind be in you. നിങ്ങൾക്ക് ഈ സെയിം മനോഭാവം അല്ലെങ്കിൽ മനസ്സ് ഉണ്ടാവട്ടെ. അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കർത്താവിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളി കളയാൻ പറ്റുമോ? ഈ പോർഷൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്കും ആ സെയിം മൈൻഡ് ഉണ്ടാവണം. എന്താ? ഇത്രയും വലിയ ദൈവത്തിന് കേവലം ഒരു മനുഷ്യനായി വന്ന് ഒരു ദാസന്റെ രൂപമെടുത്ത് എന്താ ഒരു ക്രൂശ് മരണത്തിൽ മരിക്കാമെങ്കിൽ ഇത്രയും കാലം നമുക്ക് വേണ്ടി വരാമെങ്കിൽ നമുക്ക് എന്താ താഴെ പറ്റാത്ത? വെറും പൊടിയായ നമ്മള് എന്താ നമുക്ക് താഴെ പറ്റാത്ത? We are returning back to dust. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ദൈവത്തിന്റെ വചനം പറയുന്നതാ. ഇത് എന്റെ ഷോർട്ട് മെഡിറ്റേഷൻ. അപ്പൊ ദൈവം എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്, അതായത് ഞാൻ ക്ലിയർ ആവണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, don't take this for granted. നമ്മൾ ഈ ജീവിതം, it has a value. It has a value for God, that we may know Him more. അത് അവനെ കൂടുതൽ അറിയണം, കർത്താവിന്റെ സ്വഭാവം അറിയണം. ആ സ്വഭാവത്തെ അതേ രൂപം തന്നെ നമ്മുടെ സ്വഭാവം ആയിത്തീരണം. ഇത് പ്രാക്ടിക്കൽ ആവണം. കേവലം നമ്മുടെ മെസ്സേജസിൽ എന്റെ മെസ്സേജിൽ ആവാൻ പാടില്ല. കേവലം നമ്മളെ ഇവിടെ ഗ്യാദർ ചെയ്യുമ്പോൾ മാത്രമേ പാടില്ല. നമ്മുടെ എല്ലാ മേഖലകളിലും
എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കർത്താവിന്റെ ഒരു മനസ്സ് വേണം, ആ ഒരു താഴ്മ വേണം. അപ്പൊ ഇവിടെ ഈ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 9-10 വാക്യം വായിച്ചാൽ, therefore God has highly exalted him and given him a name which is above every name, that at the name of Jesus every knee should bow, of things in heaven and things in the earth and things under the earth. അതായത് your focus should, നമ്മൾ bow down ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ ഫോക്കസ് എങ്ങോട്ടാണ്? കർത്താവിലോട്ടാണ്, അല്ലേ? every knee shall bow and confess, അല്ലെങ്കിൽ before Christ. അപ്പോൾ നമ്മളുടെ വിഷൻ എങ്ങോട്ടാണ്? ക്രിസ്തുവിനായി തീരണം, അല്ലേ? We should look at Christ more. ഇതാ ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ മോശ അവിടെ നമ്മള് അറിയാലോ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഗ്ലോറി ചോദിക്കുന്നുണ്ട്, അല്ലെ? That I may see you. Exodus chapter 33 verse 18. He said, I beseech thee, show me thy glory. അത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പോർഷൻ നമ്മൾ അറിയണം. അനേക തവണ നമ്മൾ പലവരും എല്ലാവരും ഇത് ഏറെ വ്യക്തമാണ്. മഹത്വം ദൈവം അവിടെ മോശയെ കാണിക്കുന്നുണ്ട്. അത് 34-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 7-ാമത്തെ വാക്യം മുതൽ വായിച്ചു കഴിഞ്ഞാൽ 9 വരെ ഒന്ന് വായിച്ചാൽ നല്ലതാണ്. ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാൽ മോശ നഷ്ടപ്പെട്ടു സാഷ്ടാംഗം വീട് നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുഷ്ടാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ചു ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. ഒരു പോർഷൻ ഇതിന്റെ പാരലലായിട്ട് ചിന്തിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 1, എബ്രായർ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ. അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും. അപ്പൊ ഇവിടെ ദൈവം ഇവിടെ പാസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആ മഹത്വം കാണിക്കുന്നത് നമുക്കറിയാം. കരുണ, കൃപ, ലോങ് സഫറിംഗ്, അങ്ങനെ സ്നേഹം, ഇതൊക്കെയാണ് ദൈവത്തിന്റെ മഹത്വം കാണിക്കുന്നത്. അപ്പൊ ഇത് മോശ അറിയുന്നുണ്ട്. എന്നിട്ട് മോശ അവിടെ വീണ്ടും ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്. ആരാധിച്ചിട്ട് പിന്നെ പറയുമ്പോൾ I have found grace in thy sight, O Lord. Let my Lord, I pray thee, go among us, for it is a stiff-necked people, and pardon our iniquities, our sin, and take us for thy inheritance. ഈ ഒരു വാക്യം നമ്മൾ ഇവിടെ എബ്രായങ്ങൾ നോക്കി കഴിഞ്ഞാലും അവിടെയും ഉണ്ട്. When he had himself purged our sin, അത് forgiveness ആണ്. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും. ദൈവത്തിന്റെ സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ ക്ഷമിച്ചുകൊണ്ടാണ്. നമ്മളെ എന്താ ആ തേജസ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ പാപം ഉള്ള സ്റ്റിഫ്ഡ് നെക്ക് ആൾക്കാർ തന്നെയും നമ്മളും ആ ക്ഷമ, ദൈവം അവിടെ ആ സ്നേഹം കാണിക്കുന്ന ദൈവത്തിന്റെ ആ ക്ഷമിക്കാനായിട്ടുള്ള ആ ഒരു ആട്രിബ്യൂട്ടിലാണ്, സ്വഭാവത്തിലാണ്. അതാ ഇവിടെയും കാണിക്കുന്നത്. ടു പേർജ് അവർ സിൻ, ദൈവത്തിന്റെ ആ ഗ്ലോറി കാണിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മളുടെ പാപം ഉള്ള പാപിയായ മനുഷ്യൻ, അല്ലെങ്കിൽ പാപം നിറഞ്ഞ തെറ്റുകുറ്റം നിറഞ്ഞ മനുഷ്യന്മാരെ എന്താ ക്ഷമിച്ചുകൊണ്ടാണ്. അത് ആർക്ക് മനസ്സിലായി? മോശയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയും വലിയ കോൺഫിഡൻസ് നമുക്ക് കിട്ടി ദൈവത്തിന്റെ മുമ്പേ
ഇരിക്കുവാനും ആ ക്ഷമിക്കുന്ന ദൈവം, ആ സ്നേഹിക്കുന്ന ദൈവം, ഇത്ര നമുക്ക് കോൺഫിഡൻസ്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമ വെച്ചാൽ ദൈവം നമ്മളെ അപ്പൊ ഇതാ ദൈവത്തിന്റെ മഹത്വം. നമ്മള് മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ വാക്യമായിട്ട് brightness of his glory, ക്രൈസ്റ്റിനെ പറ്റിയാ പറയുന്നത്. And the express image of his person and upholding all things by the word of his power. ക്രൈസ്റ്റ്. അപ്പൊ ആ ഗ്ലോറിയ നമുക്കും കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഗ്ലോറി അനുസരിച്ച് നമ്മൾ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ നമുക്ക് എല്ലാ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എക്സസൈസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ തന്നെ. നമുക്ക് Proverbs chapter 1 conclusion level and Proverbs chapter 1 verse 22, 23, 24 till 26, 23 to 26. ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തിൽ ഇറക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുകയും ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് ഒഴിച്ചു തരും. എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും ഉണ്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും തിരിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. ദൈവം ക്ലിയർ കട്ടാണ്. ക്ലിയർ കട്ട്. ഞാൻ നിന്റെ വചനം, ഞാൻ നിന്നെ റിപ്രൂഫ് ചെയ്യുന്നത് മൈ സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷില്, മലയാളത്തിൽ മനസ്സിലാണ്. അതായത് ദൈവത്തിന് മനസ്സ് നമുക്ക് കാണിച്ചു തരും. ദ മൈൻഡ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിന്റെ മനസ്സ് അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഐ വിൽ മേക്ക് നോ മൈ വേർഡ്സ് ടു യു. അപ്പൊ ഇത് കേൾക്കണം, ഇത് നമ്മൾ കേൾക്കണം, നമ്മൾ അറിയണം, നമ്മൾ അത് പ്രവർത്തിക്കണം, ചെയ്യണം, അത് പ്രാക്ടിക്കൽ നമ്മൾ ആക്കണം. ബിക്കോസ് ഐ കോൾഡ് ആൻഡ് ഹി റിഫ്യൂസ്ഡ്. അതാണ് വേറൊരു പ്രോബ്ലം. ദൈവം ഇത് കാണിക്കുന്നുണ്ട്, ദൈവം ഇത് പറയുന്നുണ്ട്, ദൈവം നമുക്ക് ബൈബിൾ തന്നിട്ടുണ്ട്, അങ്ങനെ വചനം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് റെഫ്യൂസ് ചെയ്യുന്ന. എങ്ങനെ റെഫ്യൂസ് ചെയ്യുന്നത്? പ്രോപ്പറായിട്ട് നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ, ദൈവമായിട്ട് കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ, പ്രോപ്പറായിട്ട്, ഞാൻ ഈ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അറിയണമെന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തിനെ സ്നേഹിക്കണമെന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സ്നേഹിച്ച ദൈവത്തിനെ തിരിച്ച് സ്നേഹിക്കണം. അല്ലെങ്കിൽ ഐ ലവ് യു ഡോട്ട് എന്ന് നമുക്കറിയാലോ, സങ്കീർത്തനത്തിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചു കാണിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം എടുക്കുക, ധ്യാനിക്കുക, ദൈവത്തിനെ കൂടുതൽ അറിയുക, അവന്റെ വഴി അറിയുക. അല്ലെങ്കിൽ എന്ത് പറ്റും? ലാസ്റ്റില് ദൈവം തന്നെ പറയുന്നുണ്ട്, കനാമിറ്റിയില് ഞാൻ ചിരിക്കും. അത് ദൈവത്തിന്റെ. അതുകൊണ്ട് ആ കനാമിറ്റി ഒന്നും വരാതെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഐസയ ചാപ്റ്റർ 63 63 7 പോലെ യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതിവാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദരയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയ്ക്കും കീർത്തിക്കും. അവർ എന്റെ ജനം കപടം കാണിക്കാതെ മക്കൾ നിന്ന് എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമുഖദൂതൻ അവനെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കഴിവിലും അവൻ അവനെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവനെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവർ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവനോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞു. അവരെ തന്റെ ആടുകളുടെ ഇടയോട് കൂടി സ്വന്തത്തിൽ നിന്ന് കരയറുമാറാക്കിയതും ഇവിടെ, അവരുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ കൊടുത്തതും ഇവിടെ, തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ
കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടപെടാതെ വന്ന മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്യുന്നത് ഇവിടെ ദൈവത്തല്ല ഇവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചത് തന്നെ ഐസയ പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലെ? ദൈവം വിടിവിച്ച ജനം റെബല്യസ് ആയിരിക്കുക, ദൈവത്തിനെ സ്നേഹിക്കാതെ ഇരിക്കുക. നമ്മളെ സ്നേഹിച്ച ദൈവം, അവരെ സ്നേഹിച്ച ദൈവത്തിനെ തിരിച്ച് സ്നേഹിക്കാതെ ഇരിക്കുക. എങ്ങനെ സ്നേഹിക്കുന്ന? ദൈവത്തിന് വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കുക, ദൈവത്തിന്റെ അടുത്ത് തന്നെ സംസാരിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മള് റെബല്യസ് ആവും. എന്തെങ്കിലും ഒരു ട്രയല്, എന്തെങ്കിലും ഒരു ടെസ്റ്റിൽ കൂടെ കടന്നു പോകുമ്പോ നമ്മൾ എന്താ മറുപടി, നമ്മള് പിന്നെ ദൈവത്തിന് എല്ലാ കുറ്റങ്ങളും നമ്മൾ പറയും. ഇത് വരാതിരിക്കാൻ നമ്മൾ ഒരിക്കലും ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തില് ഫ്രീ ആയിട്ട് തന്നു. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല ഒരു കാരണവശാലും. നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ഈ കർത്താവ് തന്നെ പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത്, ലവ് നോട്ട് ദ വേൾഡ്, ഈ ലോകം സ്നേഹിക്കാതെ, ഇതിന്റെ മോഹങ്ങളോ ഇതിന്റെ കാര്യങ്ങളോ ഒന്നും സ്നേഹിക്കാതെ ദൈവത്തിനെ മാത്രം സ്നേഹിക്കുക. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് മോശെ പോലെ നമുക്ക് യോശുവയും മോശെ പോലെ ആ ഗ്രോയിങ്ങും മെച്ചൂർ ക്രിസ്ത്യൻസ് ആയി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും ദൈവമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലെ പറ്റത്തുള്ള, അല്ലാതെ നമ്മുടെ എന്ത് മെത്തേഡ് യൂസ് ചെയ്താലും ഇത് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. നമ്മള് ആ സാധ്യമുള്ള ജനമായി തീരും മാത്രമേ ഉള്ള നമ്മളുടെ ഫ്ലഷിനെ സാറ്റിസ്ഫൈ ചെയ്യുക, നമ്മുടെ ജഡത്തിനെ സാറ്റിസ്ഫൈ ആയിട്ടുള്ള ആൾക്കാരെ തീർക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് ദൈവത്തിനെ മാത്രം സ്നേഹിച്ച് സമയം ദൈവത്തിന് കൊടുക്കുക. ആ സമയം ജസ്റ്റ് ഒരു ടൈം സീക്കുന്നല്ല, അതൊരു ക്വാളിറ്റി വേണം. എനിക്ക് ദൈവത്തിന്റെ വഴി അറിയണം, വചനം അറിയണം, ദൈവാത്മാവ് ആയിക്കോട്ടെ. ദൈവം